That is not everything. വരാൻ പോകുന്ന നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള ഈ ഒരു പടത്തിനകത്ത് നമ്മൾ ടീസർ ട്രെയിലർ കണ്ട ഒരു ക്യാരക്ടറാണ് റക്ക എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. അതായത് ഒരു ഒറാങ്കുട്ടൻ സ്പീഷീസിൽ പെടുന്ന ഒരു എയ്പ്പാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ ഇതിനടുത്ത് പറയാൻ പറ്റും. അപ്പം ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ആ ഒരു ഫ്രാഞ്ചൈസിയില്ല, അതായത് ആദ്യത്തെ ഒരു 5 പടത്തിൻ്റെ ലാസ്റ്റ് മൂവി ആയിട്ടുള്ള ബാറ്റിൽ ഫോർ ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ളൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പടത്തിനകത്ത് ലോ ഗിവർ എന്നുള്ള ഒരു ഐപ്പിനെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫുൾ ഐപ്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം ആദ്യമായിട്ട് എഴുതിയ ഒരു ക്യാരക്ടറാണ് ലോ ഗിവർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഏപ്പിൻ്റെ പേര് ആ ഒരു മൂവിയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു റാക്ക എന്ന് പറയുന്ന ഈ ഒരു ന്യൂ ഫ്രാഞ്ചൈസിയിൽ വന്നിട്ടുള്ള ഈ ഒരു ഒറാങ്കുട്ടൻ സ്പീഷീസിൽ പെടുന്ന ഈ ഒരു ഏപ്പ് എന്ന് പറയുന്നത് ചിലപ്പം ആ ഒരു ലോ ഗിവർ ഏപ്പ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു തിയറി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അത് പറയാനുള്ളൊരു മെയിൻ റീസൺ എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാക്ക എന്നുള്ള ഈ ഒരു ക്യാരക്ടർ ഇട്ടിരിക്കുന്ന ആ ഒരു തുണി പോലത്തെ ഒരു ഗൗൺ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ ആ ഒരു പഴയ മൂവിയിലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ലോ ഗിവർ എന്നുള്ള ആദ്യത്തെ ഒറാങ്കുട്ടൻ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അതിനോട് സിമിലർ ആയിട്ടുള്ള കുറച്ച് സിമ്പിൾസും കാര്യങ്ങളും ഈ ഒരു റാക്ക എന്നുള്ള ഈ ഒരു ക്യാരക്ടർ ഇട്ടിരിക്കുന്ന ആ ഒരു തുണിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു പുതിയ റീബൂട്ട് ഫ്രാഞ്ചൈസിക്കകത്ത് ആദ്യത്തെ ലോ ഗിവർ അല്ലെങ്കിൽ എയ്പ്പിൻ്റെ ആദ്യത്തെ ആ ഒരു ലോ ഗിവർ എന്നുള്ള ഒരു ക്യാരക്ടർ ആവാനുള്ളൊരു സാധ്യത ഈ ഒരു റാക്കയിൽ കാണുന്നുണ്ട്. കാരണം ഈ ഒരു റാക്ക എന്നുള്ളത് നമ്മുടെ നോവ എന്നുള്ള ഒരു പുതിയ ക്യാരക്ടറിൻ്റെ ഒരു സൈഡിലുള്ള ഒരു നല്ലൊരു എയ്പ്പാണെന്ന് നമുക്ക് ട്രെയിലറിൽ കൂടെ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതിൽ കൂടെ തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും, അതായത് നമ്മുടെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ ഒറിജിനൽ സ്റ്റോറി അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇനി വരാൻ പോകുന്ന റീബൂട്ട് മൂവീസ് എല്ലാം നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ആ ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റും അതേപോലെ തന്നെ ആദ്യത്തെ ആ ഒരു കൊർണീലിയസ്, സൈറ എന്നുള്ള പല ക്യാരക്ടേഴ്സിനെയൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പായിരിക്കും മിക്കവാറും ഈ ഒരു റാക്ക എന്നുള്ള ഈ ഒരു ക്യാരക്ടറിൽ കൂടെ ഇവർ തുടങ്ങി വയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ലോ ഗിവർ എന്നുള്ള ഒരു ക്യാരക്ടർ ആദ്യത്തെ പടത്തിൽ നമ്മുടെ സീസറിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ നമ്മുടെ ഈ റീബൂട്ട് ഫ്രാഞ്ചൈസിയിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ സീസർ എന്നുള്ള ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്തത് ഒരു ഒറാങ്കുട്ടൻ തന്നെയാണ്. പക്ഷേ മൗറീസ് എന്നാണ് ആ ഒരു ഏപ്പിന് നമ്മുടെ റീബൂട്ട് ഫ്രാഞ്ചൈസിയിൽ പേര് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു ക്യാരക്ടർ ഒരു ലോ ഗിവർ ആവാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ആ ഒരു ഫ്രാഞ്ചൈസിയിൽ അല്ലെങ്കിൽ നമ്മുടെ സീസറിൻ്റെ ആ ഒരു റീബൂട്ട് ഫ്രാഞ്ചൈസിയിൽ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ, അതായത് മറ്റ് ഏപ്സിന് ഈ ഒരു നോളജും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ചിലപ്പം പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഈ ഒരു മൗറീസ് എന്നുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു തലമുറയിൽ പെട്ട് വരുന്ന ഒരു ക്യാരക്ടർ റാക്കാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതായത് ആ ഒരു പണ്ടത്തെ ആ ഒരു നോളജും കാര്യങ്ങളെല്ലാം കൈമാറി വന്നിട്ട് ഒരു പുതിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതാൻ പോകുന്ന ആദ്യത്തെ എയ്പ്പായിരിക്കണം മിക്കവാറും റാക്ക എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഒറിജിനൽ ഫ്രാഞ്ചൈസിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാരക്ടർ ആയിരിക്കണം ഈ ഒരു പുതിയ വരാൻ പോകുന്ന ഒരു ഫ്രാഞ്ചൈസിയിൽ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു അടിത്തറ ഇടാൻ പോകുന്ന ഒരു മെയിൻ എയ്പ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിലായിരിക്കും നമ്മൾ ഈ ഒരു പടത്തിൽ കാണാൻ പോകുന്ന നല്ല എയ്പ്സുകളെല്ലാം ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു കുറച്ച് റൂൾസ് എല്ലാം എഴുതി വയ്ക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ആ ഒരു 90s വന്നിട്ടുള്ള ആ ഒരു മൂവിയിൽ നോക്കുകയാണെങ്കിൽ എയ്പ്പ് ഷാൽ നോട്ട് കിൽ അതർ എയ്പ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു റീബൂട്ട് ഫ്രാഞ്ചൈസിയിലോട്ട് നമ്മുടെ സീസറിൻ്റെ സ്റ്റോറിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാമത് വന്നിട്ടുള്ള ഡോൺ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള മൂവിയിൽ തന്നെ ഈ ഒരു റൂൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എയ്പ്പ് നോട്ട് കിൽ എയ്പ്പ് എന്ന അതിൽ തന്നെ നമ്മുടെ സീസറും മൗറീസ് എന്നുള്ള ക്യാരക്ടറൊക്കെ മറ്റ് എയ്പ്സുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും നമ്മുടെ മൗറീസിൻ്റെ തലമുറയിൽ പെട്ട് വന്ന ഒരു ഒറാങ്കുട്ടൻ തന്നെ ആയിരിക്കണം റോക്ക എന്നുള്ള ഈ ഒരു ക്യാരക്ടർ. അപ്പം നമ്മുടെ മൗറീസ് ആണോ ആദ്യത്തെ ലോ ഗിവർ അതോ നമ്മുടെ റാക്കയാണോ ആദ്യത്തെ ലോ ഗിവർ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള ഒരു മൂവിക്ക് വേണ്ടി ആരൊക്കെ ഹൈപ്ഡ് ആണെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചെന്നിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഇതേപോലുള്ള പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവി ഫ്രാഞ്ചൈസിയായിട്ട് ബന്ധപ്പെട്ട് തിയറീസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.